വെള്ളിയാഴ്ച രാവിലും പകലിലും, വെള്ളിയാഴ്ച പകൽ പ്രത്യേകിച്ച് ഒരു 3 പ്രാവശ്യം ഇത് പറഞ്ഞാൽ, നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നരകമോചനം കിട്ടുകയും സ്വർഗപ്രവേശനം കിട്ടുകയും അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ വലിയ പൊരുത്തം കിട്ടുമെന്ന് നമുക്ക് മഹത്തുക്കൾ മശായിഖന്മാര് പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു 4 വരി ബൈത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പല ആളുകളും ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് ആ ബൈത്ത് അറിയാം, ആ ബൈത്തിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരോ എന്ന് പല ഉമ്മമാരും കമന്റായി ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് പറയുകയും അതിന്റെ അർത്ഥം നമുക്കൊന്ന് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. മനസ്സറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ ഇത് വല്ലാത്ത ഒരു ദുആയാണ്, വല്ലാത്തൊരു ഇസ്തിഗ്ഫാറാണ്, പവിത്രമായ തൗബയുടെ വചനങ്ങളാണ്. എന്താ പറയുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. ഒരു അടിമ പറയുന്ന വല്ലാത്തൊരു വർത്തമാനമാണ്. അല്ലാഹുവേ, ഇലാഹി എന്റെ രക്ഷിതാവേ, ലസ്തു ഞാനല്ല, ഞാൻ അർഹനല്ല, ലിൽ ഫിർദൗസി അഹ്ലാ, അല്ലാഹുവേ പരിശുദ്ധമായ നിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല. അതായത് ഒരുപാട് തിന്മകൾ ചെയ്തു പോയവനാണ്, ഒരുപാട് നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല. പിന്നെയോ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, അല്ലാഹുവേ നിന്റെ നരകശിക്ഷ, ഞാൻ ഒരുപാട് നന്മയൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ച് നരകശിക്ഷ സഹിക്കാനുള്ള ശക്തിയും എനിക്ക് മാനസികമായും ശാരീരികമായും ഇല്ല. വലാ അഖ്വാ, എനിക്കില്ല, അലാ നാരിൽ ജഹീമി, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു ശക്തിയുമില്ല. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എന്റെ ദോഷങ്ങൾ പുറത്തു തരുകയും എനിക്ക് നീ മാപ്പ് തരുകയും ചെയ്യണമേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി, നീ മഹാപാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കുന്നവനാണ് അല്ലാഹ്.